ജോയ്സ് മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്. ജനങ്ങൾ സന്തോഷമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് അസ്വസ്ഥമായ ചിന്തകളിലൂടെ ജീവിതം നയിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും മോശമായ അവസ്ഥ. അങ്ങനെ ജീവിക്കുന്നത് അസഹനീയമല്ലേ? നമ്മുടെ ഈ ലോക ജീവിതത്തിൽ അത് നമ്മെ സന്തോഷമായിരിക്കാൻ അനുവദിക്കില്ലെന്ന് ഉറപ്പാണ്. നമ്മുടെ ജഡത്തെ അത് കുറച്ച് നേരത്തേക്ക് രസിപ്പിച്ചേക്കാം, പക്ഷേ നമ്മെ സന്തോഷിപ്പിക്കാനുള്ള കഴിവ് അതിനില്ല. അത് വരേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. ശരി, 2 ശമൂവേൽ 11 അധ്യായം 1 മുതൽ നമുക്ക് തുടങ്ങാം. പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടും കാലം ദാവീദ് യോവാബിനെയും അവൻ്റെ കൂടെ തൻ്റെ ചേവരെയും എല്ലാ ഇസ്രായേലിനെയും അയച്ചു. അവർ അമോന്യ ദേശം ശൂന്യമാക്കി രബ്ബ പട്ടണം നിരോധിച്ചു. ദാവീദോ യെരുശലേമിൽ തന്നെ താമസിച്ചിരുന്നു. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ രാജാക്കന്മാർ മുഴുവനും യുദ്ധത്തിന് പുറപ്പെടുന്ന കാലത്ത് ദാവീദ് വീട്ടിൽ താമസിച്ചു. അവിടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. അയാളുടെ ജീവകാലം മുഴുവനും സകല പ്രശ്നങ്ങൾക്കും കാരണഭൂതമായത് അന്ന് അയാൾ യുദ്ധത്തിന് പോവാതെ അരമനയിലിരുന്നതാണ്. രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ ദാവീദ് വീട്ടിൽ കിടന്നുറങ്ങാൻ തീരുമാനിച്ചു. ഇവിടെ ഞാൻ അല്പസമയം നിർത്തി ജനങ്ങൾ എന്തുകൊണ്ടാണ് പ്രശ്നത്തിൽ അകപ്പെടുന്നത് എന്ന് പറയട്ടെ. അവർ ശരിയായ കാര്യം ചെയ്യുന്നതിൽ ഉന്മേഷം കാണിക്കുന്നില്ല എന്നതുകൊണ്ടാണത്. നിങ്ങൾ ശരിയായ കാര്യം ശുഷ്കാന്തിയോടെ ചെയ്യാതിരുന്നാൽ ഒടുവിൽ തെറ്റായ കാര്യം ചെയ്യുന്നതിലേക്ക് നിങ്ങൾ വീണു പോകും. മടി എന്നതൊരു വളരെ വലിയ പ്രശ്നമാണ്. അലസത സാത്താൻ ഉണ്ടാക്കുന്നതാണ്. ദൈവം നമ്മോട് പറയുന്നത് ഉത്സാഹത്തോടെ ഇരിക്കാനും ശക്തിമാന്മാരാവാനും ശുഷ്കാന്തിയുള്ളവരാവാനും തീഷ്ണതയുള്ളവരാവാനും ഉന്മേഷവാന്മാരാകാനുമാണ്. എനിക്കെന്തോ അതിനൊന്നും തോന്നുന്നേയില്ല. വേദപുസ്തകം പറയുന്നു പരിശുദ്ധാത്മാവിൽ സ്വയം ഇളകുവിൻ എന്ന്. രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ ദിവസവും രാവിലെ എഴുന്നേറ്റ് യുദ്ധം ചെയ്യണം. കാരണം നമ്മൾ ഏറ്റവും ഉന്നതനായ ദൈവത്തിന്റെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. ഇവിടെയുള്ളവർ ഓരോരുത്തരും ഒരു രാജാവാണ്. ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എഴുന്നേൽക്കേണ്ടവരാണ്. എന്നിട്ട് സ്വന്തം ഗോലിയാത്തിനെ തോൽപ്പിക്കണം. ദാവീദിനെ കിരീടധാരണത്തിന് 20 വർഷം മുൻപ് രാജാവായി അഭിഷേകിച്ചു. അതിശക്തനായ ഒരു കൊലയാളിയാവുക എന്നതായിരുന്നു അയാൾ പഠിക്കേണ്ട കാര്യങ്ങളിലൊന്ന്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വിളിയുള്ളതായി തോന്നാം. നിങ്ങളിൽ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നെന്ന് തോന്നാം. പക്ഷേ എങ്ങനെയാണ് എഴുന്നേൽക്കേണ്ടത്, എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൽ ഇളകേണ്ടത് എന്ന് പഠിക്കണം. അലസമായ മടിയുടെ ആത്മാവിനെ ഒഴിവാക്കുക. നിങ്ങളുടെ വികാരങ്ങൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നിയാൽ ഉടൻ നിങ്ങളുടെ പാദങ്ങൾ നിലത്ത് ശക്തമായി ഊന്നണം. എന്നിട്ട് സാത്താനെ അതിശക്തമായി എതിർത്ത് നിൽക്കണം. എന്നിട്ട് പറയണം, ഇല്ല, ഞാനിനി അവിടേക്ക് പോവില്ല. എൻ്റെ ജീവിതത്തിൽ കുത്തിയിരുന്ന് എന്നെക്കുറിച്ച് സഹതപിക്കുന്നതിനേക്കാൾ മികച്ച കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം എൻ്റെ ജീവിതം അത്ര എളുപ്പമല്ല. അതെ, ഞാൻ ഇതിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ നടക്കുന്നില്ല. ശരി, ദാവീദ് കിടക്കയിൽ കിടന്നുകൊണ്ട് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുന്നു. 2-ാം വാക്യം, ഒരു സായാഹ്നത്തിൽ ദാവീദ് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. അവൻ കട്ടിലിൽ കിടക്കുകയായിരുന്നു എന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. ഞാൻ കാട് കയറി ജ്ഞാനത്തിന്റെ വാക്ക്. രാജാവ് അരമനയുടെ മട്ടുപ്പാവിൽ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് അവൻ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. അവൾ കാഴ്ചയ്ക്ക് വളരെ സുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച് അവൾ ആരാണെന്ന് അന്വേഷിച്ചു. അവൾ ഏലിയാവിൻ്റെ മകളും ഹിത്യനായ ഊരിയാവിൻ്റെ ഭാര്യയുമായ ബത്ശേബയാണെന്ന് അവർ അറിയിച്ചു. ദാവീദ് ദൂതന്മാരെ അയച്ചു, അവളെ വരുത്തി. അധികാര ദുഷ്പ്രയോഗം കണ്ടില്ലേ? രാജാക്കന്മാർക്ക് പ്രശ്നമുണ്ടാകുന്നത് എപ്പോഴാണ്? അധികാരം ദുഷ്പ്രയോഗിക്കുമ്പോൾ. അവൻ അവളെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനാൽ അവൻ അവളെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അധികാരം കയ്യിൽ കിട്ടുന്ന സമയത്ത് ആ അധികാരം മുഖേന മറ്റുള്ളവരോട് മര്യാദകേടായി പെരുമാറാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ്. ദാവീദ് ദൂതന്മാരെ അയച്ചു, അവളെ വരുത്തി. അവൾ അവൻ്റെ അടുത്ത് വന്നു. അവൾക്ക് ഋതുശുദ്ധി വന്നിരുന്നത് കൊണ്ട് അവൻ അവളുടെ കൂടെ ശയിച്ചു. അതിനുശേഷം അവൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ആ സ്ത്രീ ഗർഭം ധരിച്ചു. താൻ ഗർഭിണിയാണെന്ന വിവരം അവൾ ദാവീദിനെ അറിയിച്ചു. ഇവിടെ ദാവീദ് പ്രശ്നത്തിലകപ്പെട്ടു.
ദാവീദ് യോവാബിനോട് ഹിത്യനായ ഊരിയാവിനെ തന്റെ അടുക്കൽ അയക്കാൻ കൽപ്പിച്ചു. അങ്ങനെ യോവാബ് ഊരിയാവിനെ അയച്ചു. ഞാനിത് മുഴുവനും വായിക്കുന്നില്ല, എന്നാൽ കഥ ചുരുക്കത്തിൽ പറയാം. ഊരിയാവിനെ ബഹുമാനിക്കാൻ എന്ന വ്യാജേന ദാവീദ് അയാളെ വിളിച്ചു വരുത്തി. അയാൾ ഭാര്യയുടെ കൂടെ ശയിക്കും എന്നവൻ കരുതി. കാരണം ഊരിയാവ് ഭാര്യയുടെ കൂടെ കിടന്നാൽ അവൾ ഗർഭിണിയാണെന്ന വിവരം പുറത്തറിഞ്ഞാൽ ഭർത്താവാണോ ഉത്തരവാദി എന്നാരും സംശയിക്കാൻ ഇടവരില്ലല്ലോ. അവളുടെ ഭർത്താവ് യുദ്ധത്തിന് പോയിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ഗർഭത്തിന് ഉത്തരവാദി ഭർത്താവ് അല്ല എന്നെല്ലാവരും അറിയും. അവളോട് ഗർഭകാരണം ചോദിക്കും. അവൾക്ക് ദാവീദാണെന്ന് സത്യം പറയേണ്ടി വരും. എന്നാൽ എന്താണ് ഉണ്ടായത്? ഊരിയാവ് ദൈവദാസനായിരുന്നു. അയാൾ യുദ്ധക്കളത്തിൽ പോരാടുന്ന തന്റെ സഹോദരന്മാരെ കുറിച്ച് ഓർത്തു. വീട്ടിൽ വന്നത് എനിക്ക് സന്തോഷമാണ്. ഇന്ന് രാത്രി ഞാൻ എന്റെ ഭാര്യയുടെ കൂടെ ശയിപ്പാൻ തയ്യാറല്ല. എന്റെ യജമാനനായ യോവാബും യജമാനന്റെ ഭൃത്യന്മാരും വെളിപ്രദേശത്ത് പാളയമിറങ്ങി കിടക്കുന്നു. നിന്നാണ് ഞാൻ സകല ഭൃത്യന്മാരോടും കൂടെ രാജധാനിയുടെ വാതിൽക്കൽ കിടക്കുമെന്ന് പറഞ്ഞു. ദാവീദ് ഉടനെ അപ്പോൾ അവൻ വേറൊരു സൂത്രം പ്രയോഗിച്ചു. കണ്ടോ, നമ്മൾ നുണ പറയുമ്പോഴും എന്തെങ്കിലും ഒളിക്കുമ്പോഴും കാര്യങ്ങൾ ഒരു പരിധിയിൽ നിന്ന് മറ്റൊന്നിലേക്കും അവിടുന്ന് വേറൊന്നിലേക്കും വീണ്ടും മറ്റൊന്നിലേക്കും വീണ്ടും വേറൊന്നിലേക്കും എത്തും. നുണ പറയുന്നതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് അറിയാമോ? നുണ പറയുന്നതിൽ സമർത്ഥരാവും. നുണ പറയുകയാണെന്ന് ബോധം പോലും നമുക്കുണ്ടാവില്ല. നമ്മൾ ഒരു കാര്യം ന്യായീകരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ അത് തെറ്റാണെന്ന് ഒരു തോന്നൽ ഉണ്ടാവില്ലെന്ന് കരുതരുത്. ദൈവത്തിന്റെ കരുണ നിങ്ങൾക്കായി തയ്യാറായിരിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കാനാണ് ഇന്ന് ദൈവം എന്നെ ഉപയോഗിച്ചത് എന്നെനിക്ക് തോന്നുന്നു. ദൈവത്തിന്റെ ദയ നിങ്ങൾക്കായി തയ്യാറാണ്. നിങ്ങൾ ചെയ്ത പാപം സമ്മതിക്കാൻ ഭയമുള്ളതുകൊണ്ട് അത് ഒളിച്ചു വെക്കണം എന്നർത്ഥമില്ല. ദൈവം അത് അറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ശുചിയുള്ളവരാവാനായി അവൻ കാത്തിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് നമുക്കൊന്നും മറക്കാനില്ല. ദാവീദ് ചെയ്ത എല്ലാം ദൈവം അറിഞ്ഞു കഴിഞ്ഞിരുന്നു. പക്ഷേ ദാവീദ് കുറെ സമയമെടുത്തു. ശരിക്കും പറഞ്ഞാൽ 1 വർഷം അതവൻ മറയ്ക്കാൻ ശ്രമിച്ചു. അയാൾ ഏതവസ്ഥയിലാണ് എത്തിയത് എന്ന് നമുക്കിപ്പോൾ കാണാം. അയാൾ ശുദ്ധനായി വന്ന ആ നിമിഷം തന്നെ ദൈവം അവനോട് കരുണ കാണിച്ചു. ദൈവത്തിന്റെ കരുണ തികച്ചും അതിമനോഹരമായിരിക്കും. അത് വിവരിക്കാനാവാത്തതാണ്. നമ്മൾ ഈ കാണുന്ന രാജാവിന്, ഈ വ്യക്തിക്ക് മഹത്തായ ഒരു സ്ഥാനമുണ്ടായിരുന്നു. അവന് മഹത്തായ ശക്തി ഉണ്ടായിരുന്നു. വേണ്ടത്ര ധനമുണ്ടായിരുന്നു. അവന് അധികാരമുണ്ടായിരുന്നു. എല്ലാ പുരുഷന്മാരെക്കാളും ഉപരിയായി ദൈവം അവനെ ബഹുമാന്യനാക്കിയിരുന്നു. എന്നിട്ടും അവനൊരു പാപം ചെയ്തു. അവൻ എന്തുമാത്രം തന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും? എന്നിട്ടും അവൻ ശുദ്ധനായി ദൈവം മുന്നിലെത്തി. അവൻ മുഴുവൻ ശുദ്ധനായ ദൈവം മുന്നിലെത്തിയപ്പോൾ ദൈവം അവനോട് ക്ഷമിച്ചു. ഇന്നിവിടെ ചിലർക്കൊരു പുതിയ തുടക്കമുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും ദൈവത്തിനും ഇടയിലേക്ക് നിങ്ങളും ചില കാര്യങ്ങൾ തുറന്നു കൊണ്ടുവരേണ്ടതായിട്ടുണ്ടാവും. എന്നിട്ട് ഇന്ന് ഇവിടെ വെച്ച് ഒരു പുതിയ തുടക്കമുണ്ടാവണം. വേണമെങ്കിൽ ഇന്നാവാം, ഇല്ലെങ്കിൽ അടുത്ത വർഷമാവാം, അതുമല്ലെങ്കിൽ അടുത്ത വർഷം. പക്ഷേ ഈ ഘട്ടത്തിൽ ഒരു സത്യം പറയട്ടെ. എൻ്റെ ഭർത്താവിനോട് ഞാൻ മോശമായി പെരുമാറിയെന്നിരിക്കട്ടെ. എന്താണെന്നറിയില്ല, ഞാനൊരു പക്ഷേ സാധാരണ രീതിയിലെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടാവും. ഞാൻ പറയാൻ പാടില്ലാത്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. എന്തെങ്കിലും ഒഴിവ് കഴിവ്. നോക്കൂ, എനിക്കെന്തോ വല്ലായ്മ, എന്തോ ഒരു അസുഖം പോലെയുണ്ട്. ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തെനിക്ക് മടുത്തു. നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിനുശേഷം എന്താണ് ഉണ്ടാവുക? ചെയ്തത് തെറ്റാണെന്ന് ഒരു തോന്നലുണ്ടാവും. പക്ഷേ ഇപ്പോൾ നമ്മൾ അതിനെ നന്നായി മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. അത് നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട്. അതവിടെ നിന്ന് എന്താണ് ചെയ്യുന്നത്? നാം അത് അവിടെ നിന്ന് നീക്കിയിട്ടില്ല, ഇവിടെ കിടന്ന് ശല്യപ്പെടുത്തും. ഉടനെ നമ്മുടെ സമ്മർദ്ദത്തിന് കൂടുതൽ മരുന്നുകൾ കഴിക്കേണ്ടി വരും. സമ്മർദ്ദത്തിൻ്റെ മരുന്ന്. എനിക്ക് എന്തു പറ്റിയെന്ന് അറിയില്ല ഡോക്ടർ. നിങ്ങളുടെ എല്ലാ സമ്മർദ്ദങ്ങളും ജീവിതത്തിലെ പാപമാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം അതല്ല. അതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ടാവും. എന്നാൽ ഈ ഒരു കാരണം നമ്മൾ അലക്ഷ്യമാക്കരുത്. എൻ്റെ കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. അത് എൻ്റെ ഉള്ളിൽ പറഞ്ഞറിയിക്കാനാവാത്ത ഭാരമായി കിടക്കും. എന്നെ കൂടുതൽ ഭയപ്പെടുത്തുന്നത് എന്താണെന്നോ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്തെങ്കിലും തെറ്റ് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടായിരിക്കും. 2-3 ഒഴിവ് കഴിവുകൾ കൊണ്ട് ഞാനത് പെട്ടെന്ന് മൂടി എൻ്റെ ജീവിതം തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു വല്ലാത്ത തോന്നലുണ്ടാവും. അതിന് ഞാൻ പല സംഗതികളെ കുറ്റപ്പെടുത്തും. അലർജി കൊണ്ടായിരിക്കാം, കാലാവസ്ഥ കാരണമായിരിക്കാം, ഉഷ്ണം കൂടുതൽ കൊണ്ടായിരിക്കാം. അതെന്താണെന്ന് നമുക്ക് പറയാനറിയില്ല. അതിന് കാരണം ലളിതമാണ്. നമ്മൾ ദൈവം മുന്നിൽ ശുദ്ധിയുള്ളവരല്ല. ദിവസവും പുതിയ മനസ്താപത്തോടെ തുടങ്ങുന്നത് നന്നായിരിക്കുമെന്ന് എത്ര പേർ കരുതുന്നുണ്ട്? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മൾ പെരുമാറിയ വിധം ശരിയല്ലെന്ന് അറിയുന്ന സമയത്ത് നിങ്ങൾ മോശമായി പെരുമാറിയ വ്യക്തിയുടെ അടുത്ത് ചെന്ന് നേരെയാവുക.
തെറ്റ് ചെയ്തു എന്ന് അവരോട് ഏറ്റുപറയുക. അപ്പോൾ നിങ്ങളുടെ മനസ്സും ഹൃദയവും സൗഖ്യമാവും. ഒരു ആത്മീകത അനുഭവപ്പെടാൻ ഇടയാവും. കാര്യങ്ങൾ മറച്ചു വച്ചാൽ നമുക്ക് വീണ്ടെടുപ്പ് ലഭിക്കില്ല. നമ്മുടെ പുനരുദ്ധാരണം ചുമതല ഏറ്റെടുക്കുന്നതിലൂടെയാണ്. എന്നിട്ട് പറയണം, ഒരു കാര്യം പറയട്ടെ, എനിക്ക് തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണം. ദൈവമേ, എനിക്ക് തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണമേ. ഉടൻ തന്നെ നിങ്ങൾക്ക് കരുണ ലഭിക്കും. ഞാൻ ഒരു കാര്യം കണ്ടുപിടിച്ചു. അതായത് ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ, ക്രിസ്ത്യാനികളല്ലാത്ത ജനങ്ങൾ പോലും നല്ല ഒരു മനോഭാവത്തോടെ ശുദ്ധിയുള്ളവരായി വന്നാൽ ആർക്കും അവരോട് ക്ഷമിക്കാൻ സാധിക്കും. ജനങ്ങൾക്ക് മാപ്പ് നൽകാൻ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ വികൃതമായ കാര്യങ്ങൾ ചെയ്ത് നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും പല ഒഴിവുകഴിവുകൾ പറയും. പല ഒഴിവുകഴിവുകളും. ആമേൻ. അങ്ങനെ ദാവീദ് അടുത്ത പരിധിയിലേക്ക് കടന്നു. അവൻ ഊരിയാവിനെ കൊന്നു. അവൻ ഊരിയാവിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അവൻ ഉണ്ടാക്കിയ ഗർഭം അയാളുടെ തലയിൽ കെട്ടിവെക്കാമോ എന്ന് കരുതിയാണ്. അത് നടന്നില്ല. പിന്നീട് അവൻ അയാളെ കൊന്നു. ബത്ശേബയെ തൻ്റെ സ്വന്തമാക്കി. അവർ ഒരുമിച്ച് ജീവിച്ചു. 1 വർഷം വിവാഹിതരാവാതെ ജീവിച്ചു. അവർക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി. ഇനി 2 ശമൂവേൽ 12 നോക്കാം. അവനെ നേരിടാനായി ദൈവം ഒരു പ്രവാചകനെ അയച്ചു. ദൈവം നമ്മെ നേരിടാൻ വരുമ്പോൾ എന്താണ് ഉണ്ടാവുക? സഭേ, ദൈവം നിങ്ങളെ നേരിട്ട അനുഭവം എത്ര പേർക്കുണ്ടായിട്ടുണ്ട്? നിങ്ങൾ തെറ്റ് ചെയ്ത ശേഷം തെറ്റ് ചെയ്തെന്ന ബോധം എത്ര പേർക്കുണ്ടായിട്ടുണ്ട്? അത് പല ദിശകളിൽ നിന്ന് നിങ്ങളുടെ നേരെ പാഞ്ഞു വരും. പള്ളിയിൽ വെച്ച് കേൾക്കും, റേഡിയോയിൽ കേൾക്കും, പുസ്തകത്തിൽ അത് വായിക്കും, കൂട്ടുകാർ അത് തന്നെ പറയും. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കില്ല. ഒന്നാം വാക്യം, അനന്തരം ദൈവം നാഥാനെ ദാവീദിന്റെ അടുക്കൽ അയച്ചു. അവൻ അവനോട് പറഞ്ഞത്, ഒരു പട്ടണത്തിൽ 2 പുരുഷന്മാരുണ്ടായിരുന്നു. ഒരുത്തൻ ധനവാൻ, മറ്റവൻ ദരിദ്രൻ. ധനവാൻ ആടുമാടുകൾ വളരെ ഉണ്ടായിരുന്നു. ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങി വളർത്തിയ ഒരു പെൺകുഞ്ഞാടല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. അത് അവൻ്റെ അടുക്കലും മക്കളുടെ അടുക്കലും വളർന്നു വന്നു. അത് അവൻ തിന്നുന്നതിൽ ഓഹരി തിന്നുകയും അവൻ കുടിക്കുന്നതിൽ ഓഹരി കുടിക്കുകയും അവൻ്റെ മടിയിൽ കിടക്കുകയും ചെയ്തു. അവന് മകളെപ്പോലെയായിരുന്നു. ധനവാന്റെ അടുക്കൽ ഒരു വഴിയാത്രക്കാരൻ വന്നു. തൻ്റെ അടുക്കൽ വന്ന വഴിപോക്കന് വേണ്ടി പാചകം ചെയ്യാൻ സ്വന്തം ആടുമാടുകളിൽ ഒന്നിനെ എടുക്കാൻ മനസ്സില്ലാതെ അവൻ ആ ദരിദ്രൻ്റെ കുഞ്ഞാടിനെ പിടിച്ചു. തൻ്റെ അടുക്കൽ വന്ന ആൾക്ക് വേണ്ടി പാചകം ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലായില്ലേ? ഏതോ ഒരാളെക്കുറിച്ചാണ് പ്രവാചകൻ ദാവീദിനോട് ഈ കഥ പറഞ്ഞത്. രാജാവായ ദാവീദ് ഇതുപോലൊരു പരിതസ്ഥിതിയിൽ എങ്ങനെ ഭരിക്കും? അപ്പോൾ ദാവീദിന്റെ കോപം ആ മനുഷ്യന്റെ നേരെ ഏറ്റവും ജ്വലിച്ചു. അവൻ നാഥാനോട്, യഹോവയാണ് ഇത് ചെയ്തവൻ മരണയോഗ്യൻ. അവൻ കനിവില്ലാതെ ഈ കാര്യം പ്രവർത്തിച്ചതുകൊണ്ട് ആ ആടിന് 4 ഇരട്ടി പകരം കൊടുക്കണം എന്നവൻ പറഞ്ഞു. നാഥാൻ അപ്പോൾ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. നാഥാൻ ദാവീദിനോട് കഥ പറഞ്ഞു. 2 പുരുഷന്മാർ ഉണ്ടെന്നിരിക്കട്ടെ. ഒരുവൻ ധനവാൻ, മറ്റൊരുവൻ ദരിദ്രൻ. ദാവീദ് ധനികനായിരുന്നു, ഊരിയാവ് ദരിദ്രനായിരുന്നു. ദാവീദിന് ധാരാളം സ്ത്രീകളുണ്ടായിരുന്നു. ആര് വേണമെങ്കിലും അവന് ഭാര്യയാക്കാമായിരുന്നു. ഊരിയാവിന് ഒരു ഭാര്യയേ ഉള്ളൂ. അയാൾ അവളെ സ്നേഹിച്ചു. അവൾ അയാൾക്ക് വിലമതിപ്പുള്ളവളായിരുന്നു. ദാവീദിന് മറ്റെന്ത് വേണമെങ്കിലും ആവശ്യപ്പെടാം. പക്ഷെ അവൻ അയാളുടെ ഭാര്യയെ എടുത്തു. എന്നാൽ മറ്റാരോ അന്യായം ചെയ്ത കഥ അവൻ കേട്ടപ്പോൾ, ഇതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. നമ്മൾ ചെയ്യുന്ന അതേ കാര്യം മറ്റുള്ളവരും ചെയ്യുമ്പോൾ നാം എടുത്തു ചാടി അതിന് ന്യായം വിധിക്കുന്നു. അതെങ്ങനെ സാധ്യമാവും? ഒഴിവ് കഴിവുകൾ കൊണ്ട് മാത്രമേ സാധ്യമാവൂ. അങ്ങനെ മാത്രമേ നമുക്കത് ചെയ്യാനാവൂ. ദൈവം കുറെ മുൻപ് എന്നെ കാണിച്ചത് എന്താണെന്നോ? നാം മറ്റുള്ളവരെ ബൈനോക്കുലർ ഉപയോഗിച്ച് നോക്കുന്നു. ഭൂതക്കണ്ണാടിയിലൂടെയും എല്ലാ കുറവുകളും നാം കാണുന്നു. എന്നാൽ നമ്മെ കാണാൻ നമ്മൾ റോസ് നിറമുള്ള സൺഗ്ലാസസ് ഉപയോഗിക്കുന്നു. നിങ്ങൾ റോസ് നിറമുള്ള സൺഗ്ലാസസ് അണിഞ്ഞു നോക്കിയിട്ടുണ്ടോ? നല്ല രസമായിരിക്കും. നോക്കുന്നതെല്ലാം നല്ല പിങ്ക് നിറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ നമ്മെ കാണുന്നത്. എനിക്ക് എല്ലാറ്റിനും ഒഴിവ് കഴിവുണ്ട്, നിങ്ങൾക്ക് ഒഴിവ് കഴിവുകളെ പാടില്ല. ദാവീദ് പറഞ്ഞു, ആ മനുഷ്യന് ദയയ്ക്ക് അവകാശമില്ല. നാഥൻ അവനോട് പറഞ്ഞു, ഒന്ന് പറയട്ടെ, ആ മനുഷ്യൻ നീ തന്നെ. നീയാണ് ആ മനുഷ്യൻ. ഇത് മറ്റൊരു വിധത്തിൽ വ്യാഖ്യാനിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ തന്നെ എന്നോട് കടുത്ത കോപം ഉണ്ടാവുമെന്നറിയാം, അതുകൊണ്ട് സാരമില്ല.
ഏതായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് ചോദിക്കുകയാണ്. നിങ്ങൾ ഒരു പക്ഷേ രാവിലെ തന്നെ വീട്ടിൽ വെച്ച് എന്തോ കാര്യത്തിന് ആരോടെങ്കിലും ദേഷ്യപ്പെട്ടിട്ടാണോ വന്നത്? അതോ കഴിഞ്ഞ 30 വർഷം നിങ്ങൾ ചെയ്തുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും വരുന്ന അതേ കാര്യത്തിന് ആരോടെങ്കിലും കോപിച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നത്? ഓ കൊള്ളാം, പുറകിലിരിക്കുന്നവർ സത്യസന്ധന്മാർ. ഞാൻ അവിടെ ചെന്ന് പ്രസംഗിക്കട്ടെ. മുന്നിലിരിക്കുന്നവർ ബാക്കിയുള്ളവരെക്കാൾ പരിശുദ്ധന്മാരാണ്. അതേ സഭയെ, ഞാൻ ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ട്. നിങ്ങളെന്നെ ബഹുമാനിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ്. അതെ, ഞാൻ പറയുന്നത് തികച്ചും പരമാർത്ഥം മാത്രമാണ്. ഇത് കേൾക്കൂ. ഞാനും ബഹുമാനമില്ലാതെ പെരുമാറുന്ന സമയങ്ങളുണ്ട്. നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് നിങ്ങളെക്കുറിച്ചൊരു രഹസ്യം വെളിപ്പെടുത്തുന്നു. എനിക്ക് വിശ്വസിക്കാനേ വയ്യ. നിന്നെ ഞാൻ അത്രമാത്രം വിശ്വസിച്ചതല്ലേ? നീ എന്നെ വഞ്ചിക്കുകയായിരുന്നു. നിങ്ങൾ എന്താണ് മറ്റൊരാളെ കുറിച്ച് അവസാനമായി രഹസ്യം വെളിപ്പെടുത്തിയത്? അത് പക്ഷേ ഞാൻ അപവാദം പറഞ്ഞതല്ല, ഞാൻ അവർക്കായി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. ഇത് പാപത്തെ മറ്റൊരു പരിധിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനെക്കുറിച്ച് നാം ഒരു ആത്മീയത നേടാൻ പോവുകയാണ്. ഇന്നത്തെ പ്രഭാതം വളരെ നല്ലതാണല്ലേ? നീയാണ് ആ മനുഷ്യൻ, നാഥൻ പറഞ്ഞു. ആ മനുഷ്യൻ നീയാണ്. നമുക്കൊരു മിനിറ്റ് സങ്കീർത്തനം നോക്കാം. ഞാൻ ചില സങ്കീർത്തനങ്ങൾ വായിക്കാൻ പോവുകയാണ്. എനിക്ക് ശരിക്കും സമയമില്ല, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സങ്കീർത്തനം 32. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. അവന് സന്തുഷ്ടനായിരിക്കും. അവനെക്കുറിച്ച് എല്ലാവർക്കും അസൂയ തോന്നും. അവൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിൽ ഉഷ്ണത്താൽ എന്നെ പോലെ വറ്റിപ്പോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിൽ ഉഷ്ണത്താൽ എന്നെ പോലെ വറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം നിന്നോട് മറച്ചതുമില്ല. എൻ്റെ അകൃത്യം നിന്നോട് മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇത് നോക്കൂ. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു. നീ ഉടനെ എന്നോട് ക്ഷമിച്ചു. നീ എന്നെ ചേറ്റിൽ കിടക്കാൻ അനുവദിച്ചില്ല. ഞാൻ അപേക്ഷിക്കാൻ വിട്ടതുമില്ല. നീ എന്നെ പുറത്തെ കൂടാരത്തിലേക്ക് അയച്ചില്ല. ഉടൻ എനിക്ക് മാപ്പ് നൽകി. എൻ്റെ ലംഘനങ്ങളും പാപങ്ങളും, ഇവിടെയും നമുക്ക് അല്പനേരം ധ്യാനിക്കാനുണ്ട്. നിന്നെ അറിയിച്ചു, നിന്നോട് അറിയിച്ചു. ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കഴിഞ്ഞ് വരുമ്പോൾ അത് അവൻ്റെ അടുത്തോളം എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നുവല്ലോ. ഓ ദൈവമേ, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസാഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഇനി സങ്കീർത്തനം 51 നോക്കാം. ഇന്ന് ഈ പ്രോഗ്രാം TV-യിലൂടെ കാണുന്ന പ്രേക്ഷകരോ ഈ കെട്ടിടത്തിനകത്തിരിക്കുന്നവരോ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാപ്പ് ലഭിച്ചിട്ട് മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടി കുറ്റപ്പെടുത്താതിരുന്നാൽ ഈ ദിവസം സന്തോഷകരമാക്കാൻ സാധിക്കും. നിങ്ങൾക്കറിയാമോ, ഈ ആഴ്ച ഒരു ദിവസം എനിക്ക് വളരെ മോശമായിരുന്നു. എന്തിൽ നിന്നാണോ പുറംതിരിയാൻ നിങ്ങളോട് പറയുന്നത്, അതിലേക്ക് സാത്താൻ എന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. ലോകമെങ്ങുമുള്ള ജനങ്ങളെ ഉപദേശിക്കുമ്പോൾ അതേ പരീക്ഷകൾ ഞാനും നേരിടേണ്ടി വരിക എന്നത് തികച്ചും രസകരമാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല. ഞാനും വളരെ സാവധാനമാണ്. ഞാൻ കരുതും, എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്? ഓഹോ, ഇന്ന് ഞാൻ ലോകത്തോട് സമ്മർദ്ദത്തെക്കുറിച്ച് പറയാൻ പോവുകയാണ്.
നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം മുഷിപ്പ് തോന്നുമ്പോൾ നമ്മൾ എന്തെങ്കിലും വിഡ്ഢിത്തങ്ങൾ പറഞ്ഞു പോകാറുണ്ട്, അല്ലേ? അങ്ങനെ വരുമ്പോൾ വിഡ്ഢിത്തങ്ങൾ വിളിച്ചു പറയുന്ന എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട്? ആരും എന്നെ ബഹുമാനിക്കുന്നില്ല. ഞാൻ മരുഭൂമിയിലായിരുന്ന ഏലിയാവിനെ പോലെ പുലമ്പാറുണ്ടായിരുന്നു. ദൈവമേ, നിന്നെ സ്നേഹിക്കുന്നവരിൽ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. എന്നെക്കുറിച്ച് ഇവിടെയുള്ളവരാരും ശ്രദ്ധിക്കുന്നില്ല. ദൈവമേ, ഇതാണ് ഏലിയാവ് പറഞ്ഞത്, ഇതെനിക്ക് സഹായിക്കാവുന്നതിലും ഉപരിയാണ്. ദൈവമേ, ഇങ്ങനെ തുടരുകയാണെങ്കിൽ എൻ്റെ ജീവിതം എടുക്കണമേ. അതാണ് ഏലിയാ പ്രവാചകൻ പറഞ്ഞത്. അയാളെ മരുഭൂമിയിലേക്ക് അയച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏകാന്തതയിലേക്ക് അയച്ചു. അതേ, മരുഭൂമിയിലേക്ക് പോവൂ. യോന, അയാൾ ഒരു ആവണക്ക ചെടിയുടെ അടിയിൽ പോയിരുന്നു. അത് മുള്ളുകളുള്ള ചെടിയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അയാൾ അവിടേക്ക് പോയി. അയാൾ ദൈവത്തിൽ നിന്ന് ഓടിയതാണ് പ്രശ്നമായത്. എന്നിട്ട് സമുദ്രത്തിലേക്ക് ചാടി. ഒരു മീൻ അയാളെ വിഴുങ്ങി. അയാൾ കുറേ സമയമെടുത്തു, പക്ഷേ അവസാനം മനസ്താപപ്പെട്ടു. പാപം നിങ്ങളെ മോശമായ സ്ഥലത്തേക്ക് എത്തിക്കും. ഞാൻ ബാത്റൂമിൽ പോയി തറയിലിരിക്കും. എന്നെ സംബന്ധിച്ച് അതാണ് സഹതപിക്കാനുള്ള സ്ഥലം. നമുക്ക് സഹതാപം തോന്നുമ്പോൾ സഹതാപത്തിന് പറ്റിയ ചുറ്റുപാടുകൾ വേണം. അതുകൊണ്ട് ടോയ്ലറ്റിൽ തല വെച്ചുകൊണ്ട് സഹതപിച്ചാൽ അതിന് നല്ല ഫലമുണ്ടാവും. അതെ, എനിക്ക് ആരെങ്കിലും കൂട്ടായിട്ടുണ്ടോ? ശരി, അങ്ങനെ എനിക്ക് ഈ ആഴ്ച അതുപോലെ വിഡ്ഢിത്തം തോന്നിയ ഒരു ദിവസമുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, ആരോ എന്നോട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തു. അതെന്നെ വളരെയധികം വേദനിപ്പിച്ചു. എനിക്ക് സ്വാതന്ത്ര്യമുണ്ടായില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ, ദയവായി ഞാൻ പറയുന്നത് കേൾക്കൂ. അവരെന്നോട് എന്ത് തന്നെ ചെയ്താലും എൻ്റെ പെരുമാറ്റം മോശമായിരുന്നു. അത് ഏറ്റു പറയുന്നത് വരെ എനിക്ക് സ്വതന്ത്രയാവാൻ സാധിച്ചില്ല. എൻ്റെ പെരുമാറ്റം മോശമായിരുന്നു. അതെ, അതെ, വളരെ ശരിയാണ്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിച്ച് നിങ്ങളുടെ പെരുമാറ്റം മോശമായിരുന്നു എന്ന് ഏറ്റുപറയുന്നത് വരെ സ്വതന്ത്രരാവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതിനുവേണ്ടി ഞാൻ കഠിനമായി പ്രയത്നിക്കുന്നുണ്ട്. സങ്കീർത്തനം 51 ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാവേണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി പലതവണ കഴുകി എൻ്റെ അകൃത്യങ്ങളും കുറ്റങ്ങളും പോക്കേണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ അറിയുന്നുണ്ട്. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുന്നിലുണ്ട്. നമ്മൾ ശുചീകരിക്കപ്പെടുന്നത് വരെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുന്നില്ല. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്കനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ഇതാ, ഞാൻ അകൃത്യത്തിൽ ഉരുവായിരിക്കുന്നു. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. 6-ാം വാക്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. നമ്മൾ ഇന്ന് തുടക്കത്തിൽ അന്തരംഗ ജീവിതം എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന കാര്യം ഓർമ്മയുണ്ടോ? ഇവിടെ തുടർന്ന് പറയുന്നു, ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ ഈ സോപ്പ് കൊണ്ട് കഴുകണമേ. ഇനി 8-ാം വാക്യം നോക്കാം. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഒടിച്ച എൻ്റെ അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം എനിക്ക് മറയ്ക്കണമേ. ഇതെനിക്കിഷ്ടമായി. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കേണമേ. ഇനി 2 വാക്യങ്ങളും കൂടി വായിക്കാം. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. 12-ാം വാക്യവും എനിക്കിഷ്ടമാണ്. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരയണമേ.
നാം താഴ്ന്ന ചേറ്റിൽ സങ്കടപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. അവനാണ് നമ്മുടെ മഹത്വം, നമ്മുടെ തല ഉയർത്തുന്നവനും. അതെ, നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. നമ്മൾ എന്തു തന്നെ തെറ്റ് ചെയ്താലും സാരമില്ല. നമ്മൾ സത്യമായി അനുതപിച്ച് ദൈവത്തോട് മാപ്പ് ചോദിച്ചാൽ നമുക്ക് മാപ്പ് ലഭിക്കും. ദൈവം നമുക്ക് മാപ്പ് നൽകുക മാത്രമല്ല, ബൈബിൾ പറയുന്നു നമ്മുടെ പാപങ്ങളെ അവൻ ഓർക്കുകയും ഇല്ല എന്ന്. ജോയ്സ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി. നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു, എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളോട് ബന്ധപ്പെടുക joycemeyer.org. നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ, അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ, ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക. ജോയ്സ് മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്.